നമ്മൾ ഹനോയിലോട്ടുള്ള ഫ്ലൈറ്റ് എടുക്കുവാണ്. നമ്മളങ്ങനെ ഹനോയിലെത്തി. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് നമ്മൾ ടാക്സി എടുത്ത് റൂമിലെത്തി. അപ്പോൾ ഇന്ന് നമ്മൾ സിറ്റി കറങ്ങാൻ പോകും. എന്നിട്ട് ഇന്ന് രാത്രി ആകുമ്പോൾ നമ്മൾ സാപ്പയിലേക്ക് ബസ് കയറും. ഇവിടെ അടുത്തുനിന്നാണ് ബസ് കയറുന്നത്. അതൊരു ഓവർനൈറ്റ് ബസ്സാണ്, ഒരു സ്ലീപ്പർ ബസ്. എന്നിട്ട് ബാക്കി നമ്മൾ സാപ്പയിൽ ഒരു 2 days ഉണ്ടോ അല്ലേ? 2 days, എത്ര ഡേയ്സാണ്? 2 days ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും. ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഹനോയിലോട്ട് വരും ബസ് എടുത്ത് തന്നെ. എന്നിട്ട് നമ്മൾ ഹനോയിൽ നിന്നാണ് തിരിച്ച് സിംഗപ്പൂരിലോട്ട് പോകുന്നത്. നമ്മുടെ ട്രിപ്പ് തീരുന്നത് ഇവിടെയാണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ താഴെയുള്ള സ്ട്രീറ്റാണത്. ഞങ്ങൾ ട്രെയിൻ സ്ട്രീറ്റിലോട്ട് പോയാലെന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ ഹനോയിൽ നമുക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യാനില്ലല്ലോ, ഇന്ന് രാത്രി നമ്മൾ പോവല്ലേ. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് എന്തൊക്കെയാണ് ഉള്ളത്, എന്തെങ്കിലും കഴിക്കാൻ പറ്റിയ സ്പോട്ടുണ്ടോ അപ്പോൾ ഒന്ന് നോക്കുക. നത്തിങ് എൽസ്. ദെൻ നമ്മൾ ട്രെയിൻ സ്ട്രീറ്റിൽ പോയി അവിടെ നിന്ന് കഴിക്കാം. അവിടെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും ചിലപ്പോൾ, അതിൻ്റെ ടൂറിസ്റ്റിക് സ്പോട്ടല്ലേ. നമ്മളിവിടെ കയറി ഫുഡ് കഴിച്ചു, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്ഥലം. ഒരു ചെറിയൊരു സ്ട്രീറ്റ് കണ്ടതാ, മൊത്തം ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് കുറേ റോഡ് സ്ട്രീറ്റിലോട്ട് കസേരയൊക്കെ ഇട്ടിട്ട് നല്ല രസം. ഇഷ്ടപ്പെട്ടു. 7 മണി, ഇപ്പം 5:30 ആയി. 7 മണിയാകുമ്പോൾ ഇതിൽ കൂടെ ട്രെയിൻ പോകും. അപ്പം ഇത് ഹനോയിലൊരു ഫേമസ് സ്ഥലമാണ്. നമുക്കിങ്ങനെ ട്രെയിൻ നമ്മുടെ തൊട്ടടുത്ത് കൂടെ പോണത് ഈ കഫേയിൽ കാണാൻ പറ്റും. അപ്പം നമ്മളത് കാണാൻ വേണ്ടി വന്നേക്കുവാണ്. നിങ്ങൾ ഇവിടെ വരാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ട്രെയിനിൻ്റെ ടൈമിങ് ഇതൊക്കെയാണ്. ഈ ടൈം നോക്കി വരാം. കുറച്ച് നാൾ കഴിയുമ്പോൾ ട്രെയിനിൻ്റെ ടൈം മാറുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ട്രെയിൻ ഒരു സൈഡിൽ കൂടെ മാത്രമല്ല, 2 സൈഡിൽ കൂടെയും പോകും. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് വരുന്നതും റൈറ്റിൽ നിന്ന് വരുന്നതും. ഞങ്ങൾ ട്രെയിൻ സ്ട്രീറ്റൊക്കെ കണ്ടിട്ട് തിരിച്ച് വീണ്ടും റൂമിൻ്റെ അങ്ങോട്ട് വന്നു. ഞാൻ നേരത്തെ കാണിച്ച ആ സ്ട്രീറ്റ്. ഇവിടെ കുറേ കടയിൽ സിഗരറ്റ് അങ്ങനെ പല പല ബ്രാൻഡ് അട്ടിക്കട്ടിക്ക് വെച്ച് വിൽക്കുന്നുണ്ട്. ഇതൊന്ന് അതാ 2 എല്ലായിടത്തും കാണുന്നുണ്ട്. അതാ 3. അത് കഴിഞ്ഞ് നമ്മൾ അധികം വൈകാണ്ട് നമുക്ക് സാപ്പയിലേക്ക് പോകേണ്ട ബസ്സിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വന്നു. നമ്മൾ സാപ്പ എക്സ്പ്രസ് ആണ് ചൂസ് ചെയ്തത്. ടിക്കറ്റ്സ് ഒക്കെ നമ്മൾ ഓൺലൈനിലാണ് ബുക്ക് ചെയ്തത്. ആൻഡ് നമ്മളിവിടെ വന്നപ്പോൾ ഇവരുടെ ഓഫീസ് ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം ബസ് വരുന്നവരെ. അവർ നമുക്ക് വെള്ളമൊക്കെ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ദെൻ നമ്മൾ ബസ് വന്നപ്പോൾ സ്ലീപ്പർ ബസ്സായിരുന്നു. നമ്മൾ അങ്ങോട്ട് പെട്ടിയൊക്കെ വെച്ച് കയറുവാണ്. ബസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫുഡ് വെയർ ഒന്നും അലൗഡ് അല്ല. അപ്പം നമ്മളത് ഊരി അവർ തരുന്ന കവറിലാക്കി നമ്മളത് പിടിക്കണം. ഇതാണ് ബസ്. 2 നില A4 കഴുതല്ലേ ഇത്. അടിപൊളി സെറ്റപ്പാണ്. അകത്ത് പില്ലോ, പുതപ്പ്, വ്യൂ, ചാർജിങ്, എന്താ ലൈറ്റൊക്കെ ഉണ്ട്. വാവ്. വൈഫൈ ഓൾസോ നൈസ്. ഇതിനൊരു ലിവറും ഉണ്ട് ഈ സാധനം പൊക്കാൻ. നോക്ക് നോക്ക്. ഒരു സുഖം ഉറക്കം ഇറങ്ങി എണീറ്റു. ബസ് എത്തിയതേ നമ്മൾ അറിഞ്ഞില്ല. നമുക്ക് 4:30-ക്കാണ് നമ്മുടെ ബസ് എത്തിയത്. പക്ഷെ നമുക്ക് ഏർലി മോർണിംഗ് ആയതുകൊണ്ട് അവർ 5:30 വരെ ബസ് അവിടെ നിർത്തിയിട്ടിട്ട് നമുക്ക് അവിടെ തന്നെ കിടന്നുറങ്ങാം. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ അതിനകത്ത് നിന്ന് ഇറക്കി വിട്ടു.
അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ കുറേ ടാക്സികളൊക്കെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ടാക്സി കിട്ടാൻ പാടൊന്നുമില്ല. കുറേ ടാക്സികൾ വേണോ, വണ്ടി എടുക്കുന്നോ എന്ന് പറഞ്ഞ് ചോദിച്ചു വരും. ആൻഡ് അത്ര എക്സ്പെൻസീവ് ഒന്നും ആയിരുന്നില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്ത സാപ്പയിൽ ഇങ്ങനെ ടാക്സി ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും എന്നാണ്. നമ്മുടെ ഹോട്ടൽ അവിടെ നിന്ന് തൊട്ടടുത്തായിരുന്നു. 10 മിനിറ്റ്സ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ റൈഡ്. ആൻഡ് നമ്മൾ വെളുപ്പിന് 5:30 വന്ന് എത്തണത്. സാധാരണ ഹോട്ടലിലൊക്കെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കോ 12 മണിക്കൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് കയറി ചെല്ലുന്നതുകൊണ്ട് നമുക്ക് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റില്ല. പകരം അവർ പറഞ്ഞു അവരുടെ റൂമിൻ്റെ പുറത്തുള്ള വാഷ്റൂമിൽ നമുക്ക് ഫ്രഷ് ആവാം. ആൻഡ് ദെൻ നമ്മുടെ പ്ലാൻ ഇസ് ദാറ്റ് നമ്മൾ വേഗം റെഡി ആവുന്നു. ആൻഡ് ദെൻ നമ്മൾ ഫാൻസിപ്പാനിലോട്ട് പോവാണ്. അപ്പോൾ അതിന് രാവിലെ 7 മണിക്ക് എന്തോ ആണത് ഓപ്പൺ ആവണേ. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് നേരെ അങ്ങോട്ട് പോവാം. നമ്മൾ ഹോട്ടലിൽ വന്നു, കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷായി. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നലെ സാപ്പ എക്സ്പ്രസ്സിൽ കയറുന്നതിന് രാത്രി കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചാൽ, പക്ഷേ കയറാൻ നേരം അവർ പറഞ്ഞു ഫുഡിനോട്ടല്ലോ. നമ്മളിത് പെട്ടിയിലാക്കി. ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കുറച്ച് നേരം മുമ്പ് വെളുപ്പിന് വന്ന് കയറിയപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് ഇരുട്ടായിരുന്നു, ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഇതിൻ്റെ ഭംഗിയൊക്കെ തെളിഞ്ഞു വന്ന് തുടങ്ങി. ചെറിയ മഴയുണ്ടല്ലോ. സാപ്പ സ്റ്റേഷൻ എത്തി. ഇവിടെ നിന്നാണ് നമ്മൾ ഫ്രാൻസിപ്പാനിലേക്ക് ട്രാം അല്ല എന്താ ഫെനിക്കുലാർ എന്നാണ് ഇതിൻ്റെ പേര്, ലൈക്ക് എ ട്രാം. അത് ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇതാണ് നമ്മൾ എടുക്കുന്നത്, ഫെനിക്കുലാർ. ഓപ്പൺ ആയോ? നമ്മൾ ചിലപ്പോൾ കുറച്ച് നേരത്തെ ആയിരിക്കും, കാരണം നമ്മൾ ഹോട്ടലിൽ നിന്ന് നേരെ വന്നതാണ്. ചെക്ക് ഇൻ ടൈം ആവാത്തതുകൊണ്ട്. അപ്പം നമ്മളുടെ പ്ലാനിൽ ഇവിടെ വന്നിട്ട് എപ്പോഴാണ് ഓപ്പൺ ആവുന്നത് അതിലൂടെ വെയിറ്റ് ചെയ്തിട്ട് ഓപ്പൺ ആകുമ്പോൾ കയറി ഫ്രാൻസിപ്പാൻ പോയി കണ്ടിട്ടൊക്കെ വരാമെന്ന്. നമ്മൾ ടിക്കറ്റ്സ് നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു, അതുകൊണ്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. നമ്മളങ്ങനെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം എന്നിട്ട് ഫസ്റ്റ് ട്രെയിൻ തന്നെ എടുത്ത് നമ്മൾ പോവാണ്. അധികം തിരക്കൊന്നുമില്ലാന്ന് തോന്നുന്നു. ഇവിടുന്ന് നമ്മൾ ഫെനിക്കുലാർ വന്ന് ഇറങ്ങി ഇനി ഒരു കേബിൾ കാർ എടുക്കണം. പോയോ അങ്ങനെ എന്താണ്, സോറി എൻ്റെ പ്രൊനൗൺസിയേഷൻ അത്ര കറക്റ്റില്ല. അവിടെ നിന്ന് കേബിൾ കാർ. കേബിൾ കാർ എടുക്കുന്ന സ്റ്റേഷൻ പേര് വേറെയാണോ? പ്രൊനൗൺസ് ചെയ്യാൻ അറ്റൻഡ് ചെയ്യുന്നില്ല. നമുക്ക് ബനാഹിൽസിലെ പോലെ ഒറ്റയ്ക്കൊരു കേബിൾ കാർ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇത് ഭയങ്കര അത്യാവശ്യം വലുതാണ്. അപ്പം കുറേ പേര് ഇരുത്തിയായിരിക്കും പോകുന്നത്. കണ്ടിട്ട് വ്യൂ മതിയാവണില്ല. മഴ വന്നിട്ടൊന്നും കാണാനും പറ്റുന്നില്ല. ഈ കേബിൾ കാർ റൈഡ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനു മുമ്പ് ഇപ്പം ഞാൻ നമ്മൾ ബനാഹിൽസിൽ വെച്ചെടുത്ത കേബിൾ കാർ അല്ലാണ്ട് ഞാൻ വേറെ എവിടെയൊക്കെ പോയപ്പോൾ കേബിൾ കാറൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു വേറെ ലെവലായിരുന്നു. ആ വ്യൂ ഭയങ്കര വാസ്റ്റായിട്ട് കിടക്കുന്ന മലയും ഭയങ്കര
ഭയങ്കര മാജിക് ആയിരുന്നു. ഇവിടെ എടുക്കാത്ത തണുപ്പാണ്, ഇത്രയും പ്രതീക്ഷയില്ല. ഞങ്ങളത് ഇവിടെ ജാക്കറ്റ് വാങ്ങിച്ചു സാധനം. ഞാൻ അകത്ത് ജാക്കറ്റ് ഉണ്ട്, പക്ഷെ ഈ തണുപ്പ് താങ്ങില്ല. അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ പിടിച്ചു അതൊക്കെ പുറത്തറിയപ്പെടും. മഴയത്ത് ഓട്ട ബസ്സിനാണ്, പക്ഷെ എന്നാലും മഴ പിന്നെ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ നിന്ന് രണ്ടാമത്തെ കേബിൾ കാർ കിട്ടും. സ്ഥലത്തിന്റെ ഇടയിൽ കഷ്ടപ്പെട്ട് കൈ പുറത്തോട്ടാണ് കഴിച്ചാണ് വീഡിയോ എടുക്കുന്നത്. ഈ മഴ നമ്മൾ തീരെ പ്രതീക്ഷിച്ചില്ല. പാൻസിപ്പാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഫോട്ടോയിലൊക്കെ കണ്ടതൊക്കെ ഭയങ്കര ക്ലിയർ ആയിട്ട് ഇരിക്കുന്നത്, ജസ്റ്റ് ക്ലൗഡിയാന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇത്രയും വലിയൊരു പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല. അതിനാണെങ്കിൽ നമ്മൾ ഒട്ടും അപ്രോപ്രിയേറ്റ് അല്ലാത്ത ക്ലോത്തിങ് ആയിട്ടാണ് വന്നേക്കുന്നത്. കയ്യൊക്കെ ഐസായി, കുറെ കഷ്ടപ്പെട്ടാണ് വീഡിയോ എടുക്കണത്. ഇവിടെ ടെമ്പറേച്ചർ കുറച്ച് മുമ്പ് നോക്കിയപ്പോൾ 11 ഡിഗ്രി. വൈകുന്ന പുക വന്നതാണ്, കാണാൻ പറ്റില്ലല്ലേ? തിരിച്ചു പോകുന്നുണ്ട്. കാണാൻ പറ്റുന്നില്ല. ഈ ഔട്ട്ഫിറ്റില് വല്ലാത്തൊരു കഷ്ടപ്പാട്. തിളച്ച് കോഫിയാ, പക്ഷെ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ ആദ്യം ചൂടറിയുന്ന പോലും ഇല്ല. അത്രയ്ക്ക് തണുത്ത് അടച്ചിരിക്കുന്നുണ്ട്. മലയൊക്കെ ഇറങ്ങി ഫാൻസിപ്പാനിൽ നിന്ന് നമ്മൾ ഇറങ്ങി വന്നിട്ട് ചൂട് നൂഡിൽസും ചൂട് ഗ്രേറ്റിയും എന്തൊരു കോടയാ. ഈ പെനിക്കുലാർ എടുത്താ നമ്മൾ വന്നേ. ഇതാണ് നമ്മൾ പോയ സ്ഥലം. പക്ഷെ മഴയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. വേറെ വേറെ സീസണില് നമ്മളെടുത്ത ആ കേബിൾ കാർ. തിരിച്ച് ഞങ്ങൾ ഇറങ്ങി വന്നു. നമ്മൾ അവസാനം കയറിയ ആ കേബിൾ കാറില്ലേ, കേബിൾ കാറല്ല, ആ ഒരു ഫെനിക്കുലാർ, ആ സാധനം. നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുത്തപ്പോൾ അത് ഇൻക്ലൂഡഡ് അല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നടന്നിറങ്ങാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അത്
സൂക്ഷിച്ച് നോക്കി അതും കൂടെ ബുക്ക് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള കേബിൾ കാറും ഫെനിക്കുലാറും ഇൻക്ലൂഡഡ് ആണ്. കാരണം അതില്ലാണ്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു. വേറെ വഴിയൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നണം. എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പം ആദ്യത്തെ ഫെനിക്കുലാറും പിന്നെ ആ കേബിൾ കാറും കഴിഞ്ഞ് കഴിഞ്ഞ് ബിഫോർ ദ ലാസ്റ്റ് ഫെനിക്കുലാർ ബാക്ക് ടു സാപ്പ ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്. നമ്മളിപ്പോൾ അവിടെയാണ്. കുറച്ച് ഫ്ലവേഴ്സ്, പിന്നെ കുറച്ച് ഫോട്ടോ സ്പോട്ട്. ഇല്ല എവിടെ? പിന്നെ ഇവിടെ കുതിരേൻ്റെ ഒരു കുതിര ഉണ്ട് ഇവിടെ. അത് ഒറിജിനൽ കുതിര. അപ്പോൾ നമുക്ക് പിന്നെ കാശ് കൊടുത്ത് പൊക്കത്ത് കയറി ഫോട്ടോ എടുക്കാം. ചെറിയൊരു റൈഡ് എന്നുള്ള രീതിയിൽ അവിടെ ഒരാളൊരു കുതിരനെ പിടിച്ചിരിപ്പുണ്ട്. ഞങ്ങൾ ഗാർഡനിൽ നിന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങി പോകുന്ന വഴി ഫെനിക്കുലാർ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴി ഇവിടെ സൈഡിൽ വേറൊരു ഫ്ലവേഴ്സൊക്കെ ചെറിയ സ്പോട്ട് കണ്ടു. ദിസ് വെരി പ്രിട്ടി. മേഘമൊക്കെ കുറച്ചും കൂടെ മേഘം കോടയാണുള്ളത്. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാം. നേരത്തെ ഞങ്ങൾ കേബിൾ കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഫുള്ളും മഴയും ഇതായിട്ട് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഫുൾ വൈറ്റ് ആയിരുന്നു. മലയൊക്കെ ക്ലിയർ ആയിട്ട് ഞങ്ങൾ നേരത്തെ പോയത് ഈ അറ്റത്തെ എവിടെയാണ്. അതേ ഒരു കേബിൾ കാറിൻ്റെ എനിക്ക് കേബിൾ കാർ പോകണതാണ്. ഇങ്ങനെ അതിൻ്റെ ടോപ്പിലാണ് നമ്മൾ പോയത്. ഇവിടെ നമ്മൾ തിരിച്ചു പോകുന്നു. ഇങ്ങോട്ടുള്ള ട്രാവലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഫെനിക്കുലാറാണ്. ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു വണ്ടിയല്ലേ. ഭയങ്കര യൂറോപ്പിലൊക്കെ കാണുന്ന പോലെ ശരി നൈസ്. പിന്നെ ആ കേബിൾ കാറിൻ്റെ വ്യൂ അടിപൊളിയായിരുന്നു. ബനാ ഹിൽസ് നിന്ന് കണ്ടതിനേലും അടിപൊളി വ്യൂ ആയിരുന്നു. കുറച്ചും കൂടെ ക്ലിയറർ വെതറായിരുന്നെങ്കിൽ നല്ല വ്യൂ കൂടെ കിട്ടിയാനെ. മതിയാവുള്ള ഈ മലകളുടെ ഒക്കെ ഭംഗി. നേരിട്ട് കാണുന്ന ഭംഗി എത്ര നോക്കിയിട്ടും ക്യാമറ കിട്ടുന്നില്ല. നമ്മളുടെ റൂമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിരാവിലെ വന്നെങ്കിലും റൂം കാണാനുള്ള അവസരം എപ്പോഴും ഉണ്ടാകുന്നത്. ബാത്തൊക്കെ ഉണ്ടല്ലോ. കൊള്ളാം. മേ ബി മഞ്ഞ് മാറിക്കഴിഞ്ഞാൽ, കോട മാറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും നല്ല വ്യൂ ഉണ്ടാവുമായിരിക്കും.